ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ച് നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചിന്തിക്കാതിരിക്കില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് കേട്ടോ. അത് നമ്മുടെ ഒരു മാവ് ഇവിടെ നിൽക്കുകയാണ്. നിറയെ മാങ്ങയായിരുന്നു. ആ മാങ്ങ മുഴുവൻ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറച്ച് മാങ്ങയായിരുന്നു. നമുക്കത് നിന്ന് കഴിഞ്ഞാൽ ആ മാവ് ഒടിഞ്ഞു പോകും. ആ പാകത്തിന് കായ്ച്ച് നിൽക്കുമായിരുന്നു. എന്തായാലും മുഴുവൻ കൊഴിഞ്ഞു. അപ്പോൾ അത് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ. അപ്പോൾ ആ മാങ്ങ കണ്ണിമാങ്ങയെല്ലാം ഞാനിങ്ങനെ പെറുക്കിയെടുത്തു. കുറച്ചൊക്കെ പെറുക്കിയെടുത്തു. കുറേ വീണ് പോയി. കുറച്ച് പെറുക്കിയെടുത്തു. അതിൻ്റെ കായെല്ലാം കളഞ്ഞ് നമ്മളതൊന്ന് അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ഐറ്റം ആട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ സാധാരണ ഇത് ഉപ്പും മുളകൊക്കെ കൂട്ടി നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ ഇത് നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കഴിക്കാനും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ആളുകളുടെ ശേഷമാണ് കേട്ടോ ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്നും ആവശ്യമില്ല, നല്ല പുളിയുണ്ട്. എന്നാലും കുറേയൊക്കെ നമുക്കിത് ആവശ്യത്തിന് എടുക്കാം. തേങ്ങ എടുക്കുന്നതനുസരിച്ച് നമുക്കിത് എടുക്കാം. ഞാനിത് കല്ലിലാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ കല്ലൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കുറച്ച് മുളക്, വറ്റൽമുളകാണ്, ചെറിയ ഉള്ളി, തേങ്ങ ഇത്രയും വേണം, ഉപ്പ്. അപ്പോൾ വറ്റൽമുളക് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. നന്നായി അരയണം. നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ തേങ്ങ ഇനി കുറച്ചായിട്ട് നമ്മളതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഉള്ളിയും തേങ്ങയൊക്കെ കൂടെ നമ്മളൊന്ന് ഉപ്പും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ, അപ്പോൾ എല്ലാ വീട്ടിലും തന്നെ മാങ്ങ ഉണ്ടാവുമല്ലോ. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. ആ മാങ്ങയും കൂടെ അതിനകത്തേക്കൊന്ന് വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അതായത് അരയില്ല, തൊലിയൊക്കെ ഒന്ന് അധികം പൊട്ടാത്ത രീതിക്ക് ഒന്ന് ചതച്ചെടുത്ത് ഇത് കല്ലിൽ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നമ്മുടെ പഴമയിലേക്ക് നമുക്കൊരു എത്തിനോട്ടം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വേറെ ഒരു കറിയും വേണ്ട, നല്ല ടേസ്റ്റാണ്. ആ വാടിയ മാങ്ങയുടെ ചുവ അതൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കല്ലിലരയ്ക്കണതിൻ്റെ പ്രത്യേക ടേസ്റ്റ് അല്ലേ. വേറെ ഒരു കറി ഇല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടിയിട്ടാണല്ലോ നമുക്ക് നിറയെ ചോറുണ്ടാകും കേട്ടോ. നല്ല ടേസ്റ്റ്. ആ ചൂട് ചോറും ഈ ചതച്ചെടുത്ത മാങ്ങയിട്ട് ചതച്ചെടുത്ത ചമ്മന്തിയും കൂടി കഴിക്കണം. വായിലിപ്പോൾ തന്നെ വെള്ളം ഊറുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് ശകലം കഴിക്കാൻ പോവുകയാണ്. അമ്മ ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് 8 മാസമായി. ഇതുപോലെ ഒത്തിരി കൊച്ചു ടിപ്സൊക്കെ അമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ. വേറെയും ഉണ്ട്, കുറച്ചൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്ത ചീരയില തോരനാണ്. പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങയും. ഇതെല്ലാം നമ്മുടെ നാടൻ സാധനമാണ്. ഒന്നും പുറത്തുനിന്ന് വാങ്ങിയ സാധനങ്ങളില്ല. മുരിങ്ങക്കായ ആണെങ്കിലും ചക്കക്കുരു ആണെങ്കിലും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സാധനങ്ങളാണ്. നമുക്കിതൊന്ന് കഴിച്ചു വെക്കാം. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിഷ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്.